ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സൂപ്പറായിട്ടുള്ള കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഉപ്പുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്താണ്. വലിയ പീസുകളല്ല, മീഡിയം പീസുകളൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. അടുത്തത് ഗരം മസാല, അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. ഇനി അടുത്തത് ചിക്കൻ മസാലയാണ്. അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനിയും ചേർക്കേണ്ടത് ഒരു അരമുറി നാരങ്ങ, അതുകൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനിയും വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. നമ്മൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കൂടുതൽ മല്ലിയില ആവശ്യമുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 400 ഗ്രാമോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ കൈകൊണ്ടെടുത്തു. അതിനുശേഷം നമുക്കിതൊരു 1 മണിക്കൂർ നേരം ഇങ്ങനെ വെച്ചേക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ ഇരിക്കട്ടെ. ഈ സമയം നമ്മൾ വേറൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. നമ്മൾ അതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുത്തു. കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ഫ്രൈ ആക്കി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരണം, അതുവരെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അത്യാവശ്യം കളറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ കോക്കനട്ട് പൗഡറാണ്. അത് നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഡ്രൈ കോക്കനട്ട് പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഇട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുത്തത്. അതും കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 3 സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. നമുക്കൊരു ബ്രൗൺ കളറായി വരണം, അതുവരെയും ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറച്ച് കളറൊക്കെ മാറി വരുന്നുണ്ട്. വീണ്ടും കുറച്ച് സമയം കൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വരണം. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കാവുന്നതാണ്.
നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ ബദാം, കാഷ്നട്ട്, അതുപോലെ തന്നെ ഡ്രൈ കോക്കനട്ട് പൗഡർ, ഇത് നമ്മളൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സവോളയുടെ പകുതി ഇട്ട് കൊടുക്കുകയാണ്. പകുതി സവോള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ അതേ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 3-4 ഏലക്ക, ഒരു കഷ്ണം വഷണയില. ആദ്യം നമ്മൾ പട്ട ഇട്ട് കൊടുത്തു. ഏലക്ക, ഗ്രാമ്പു, നമ്മുടെ വഷണയില അതും കൂടി ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ, ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ സവോളയുടെ പകുതി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച നമ്മളെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ചു. നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, എന്നാൽ അത്യാവശ്യം ഇപ്പോൾ വെള്ളം ഉണ്ട് ഇതിനകത്ത്. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളുടെ അരപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബദാമും കാജുമൊക്കെ നല്ലതുപോലെ പേസ്റ്റായി കിട്ടിയതായിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. നല്ല തിക്കാണ്. നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്ര നല്ല ഗ്രേവിയാണിത്. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ കറി കാണാൻ നല്ല രസമുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പീസയിലൊക്കെ നല്ലതുപോലെ ഗ്രേവി പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. ഇനി ചെയ്യേണ്ടത് കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. കസ്തൂരി മേത്തി കൂടെ നമുക്ക് കുറച്ചും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടപ്പ് അടച്ചു വെച്ച് കൊടുക്കാം.
നല്ല ഗ്രേവിയാണ്. ഈ ഗ്രേവി മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയോ അതുപോലെ തന്നെ അപ്പമൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.